ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് +1 കെമിസ്ട്രിയുടെ രണ്ടാമത്തെ യൂണിറ്റായ സ്ട്രക്ചർ ഓഫ് ആറ്റം ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ ഡിസ്കവറിയും അതിന്റെ പ്രോപ്പർട്ടീസും ഒക്കെ പറഞ്ഞിട്ടാണ്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ. സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നു ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൈക്കൽ ഫാരഡയുടെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ്. ഡിസ്ചാർജ് ട്യൂബിനെ പറ്റിയും ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിന്റെ അറേഞ്ച്മെന്റിനെ പറ്റിയും എക്സ്പെരിമെന്റിനെ പറ്റിയും പറഞ്ഞത് ഫാരഡെ ആണെങ്കിലും ഇലക്ട്രോൺ ഡിസ്കവറി ചെയ്തതും ഇലക്ട്രോണിന്റെ പ്രോപ്പർട്ടികൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും എല്ലാം ജെ തോംസൺ ആണ്. മൈക്കൽ ഫാരഡയുടെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എന്തായിരുന്നു? വെൻ എ ഹൈ പൊട്ടൻഷ്യൽ ഈസ് അപ്ലൈഡ് ടു എ ഗ്യാസ് ടേക്കൺ ഇൻ എ ഡിസ്ചാർജ് ട്യൂബ് അറ്റ് വെരി ലോ പ്രഷർ certain rays are emitted from the cathode. അതിന്റെ അപ്പാരറ്റസ് ഈ കാണുന്ന വിധമാണ്. നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു ട്യൂബ് ലൈറ്റിനെ സങ്കല്പിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ട്യൂബിന്റെ രണ്ട് എൻഡിലും നമുക്ക് രണ്ട് മെറ്റാലിക് ടെർമിനൽസ് കാണാം, ഇല്ലേ? അതേപോലെ ഡിസ്ചാർജ് ട്യൂബിനും അതിന്റെ രണ്ട് സൈഡിലും രണ്ട് മെറ്റാലിക് ടെർമിനൽസ് ഉണ്ട്. രണ്ട് ടെർമിനൽസിലുള്ള മെറ്റാലിക് റോഡ്സിനെ വിളിക്കുന്ന പേരാണ് രണ്ട് ഇലക്ട്രോഡ്സ്. പിന്നെ എന്താ ചെയ്തേക്കുന്നത്? ഈ ഇലക്ട്രോഡ്സ് രണ്ടും ഒരു ഹൈ വോൾട്ടേജ് ബാറ്ററിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ അകത്തുള്ള മുഴുവൻ വായുവിനെയും ഒരു വാക്വം പമ്പ് ഉപയോഗിച്ച് നീക്കം ചെയ്തിരിക്കുന്നു. എന്തായിരിക്കും ഈ ടെർമിനലിന്റെ ചാർജ്? ഈ ഇലക്ട്രോഡിന്റെ ചാർജ് നെഗറ്റീവാണ്. എന്തുകൊണ്ടാ? കാരണം ഈ ഇലക്ട്രോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് പാർട്ടുമായിട്ടാണ്. അതേപോലെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡ്, ആ ഇലക്ട്രോഡിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. നമുക്കറിയാം, പോസിറ്റീവ് ഇലക്ട്രോഡിനെ ആനോഡ് എന്നും നെഗറ്റീവ് ഇലക്ട്രോഡിനെ കാഥോഡ് എന്നുമാണ് വിളിക്കുന്നത്. ഇനിയും ഈ ടെർമിനൽസിനിടയിൽ, അതായത് ആനോഡിനും കാഥോഡിനും ഇടയിൽ വളരെ ഹൈ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഹൈ വോൾട്ടേജ് ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഒരു സെറ്റ് ഓഫ് റേസ് വരുന്നതായിട്ട് കാണാം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, കാഥോഡിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, ആനോഡിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. കാഥോഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റേ പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എപ്പോഴും ഓപ്പോസിറ്റ് ചാർജസ് തമ്മിലാണ് അട്രാക്ട് ചെയ്യുന്നത്. ആനോഡിന്റെ ചാർജ് പോസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ പുതിയതായി കാഥോഡിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന റേയുടെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനിയും എന്താണ് ഈ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ റിസൾട്ട് ആണ് ദേ സ്റ്റാർട്ട് ഫ്രം കാഥോഡ് ആൻഡ് മൂവ് ടുവേർഡ്സ് ആനോഡ്. അതായത് അത് കാഥോഡിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഓർ മാഗ്നറ്റിക് ഫീൽഡ് ദീസ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഈ ഡിസ്ചാർജ് ട്യൂബിനടുത്തായി വേറെ ഒരു മാഗ്നറ്റിക് ഫീൽഡോ ഇലക്ട്രിക് ഫീൽഡോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കാഥോഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റേ ആനോഡിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന പോലെ തന്നെ പാസ് ചെയ്യുന്നു. എന്നാൽ ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ അടുത്ത് ഞാനിപ്പോൾ പുതിയതായി ഒരു ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡോ അപ്ലൈ ചെയ്തു എന്ന് കരുതുക. സപ്പോസ് ഞാനൊരു പുതിയ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താണ് കാഥോഡിൽ നിന്ന് വരുന്ന റേയുടെ ചാർജ് നെഗറ്റീവാണ്. പുതിയ ഇലക്ട്രിക് ഫീൽഡിനും രണ്ട് ചാർജുകൾ ഉണ്ടാകും, നെഗറ്റീവും ഉണ്ടാവും, പോസിറ്റീവ് പാർട്ടും ഉണ്ടാകും. അപ്പോൾ കാഥോഡിൽ നിന്ന് വരുന്ന റേസിന് എന്ത് സംഭവിക്കാം? തീർച്ചയായും അത് ഈ വരുന്ന പോസിറ്റീവ് ടെർമിനലിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാം. അതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ദേ ബിഹേവ് ആസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ദാറ്റ് ഈസ് ദേ കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കോൾഡ് ഇലക്ട്രോൺസ്. അടുത്ത പോയിന്റ്, the characteristic of cathode rays or electrons do not depend upon the material of electrode and the nature of gas present in the cathode ray tube. കാഥോഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റേസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കാഥോഡ് റേസ് എന്ന് പറയുന്നു. കാഥോഡ് റേസ് തന്നെയാണ് ഇലക്ട്രോൺസ്. നമുക്ക് ഇപ്പോൾ അതറിയാം. അതുകൊണ്ടാണ് അത് പോസിറ്റീവ് ടെർമിനലിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് പൊളാരിറ്റിയിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഈ കാഥോഡ് റേസ് ഏത് മെറ്റീരിയൽ കൊണ്ടാണോ ഇലക്ട്രോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ഇനേർട്ട് ഗ്യാസ് ഏതാണോ, ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കാഥോഡ് റേസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ്
the electrode, the material of the electrode or the nature of gas present in it. ഇതാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിന്റെ റിസൾട്ട്സ്. അടുത്തതായി ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അദ്ദേഹം കണ്ടെത്തിയ വാല്യൂ, ചാർജ് ടു മാസ് റേഷ്യോ വാല്യൂ എന്ന് പറയുന്നത് 1.76 into 10⁸ coulombs per gram. അടുത്തതായി ചാർജ് ഓഫ് ഇലക്ട്രോൺ. ചാർജ് ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് RA മില്ലിക്കൻ ആണ്. അദ്ദേഹം ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തി 1.60 into 10⁻⁻19 coulombs or 4.8 into 10⁻⁻8 ESU. അതേപോലെ മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 into 10⁻⁻28 gram ആണെന്നും അദ്ദേഹം കണ്ടെത്തി. ഈ രണ്ടും തമ്മിൽ കൺഫ്യൂസ് ആകരുത്. RA മില്ലിക്കൻ കണ്ടുപിടിച്ചത് ചാർജ് ഓഫ് ഇലക്ട്രോണും മാസ് ഓഫ് ഇലക്ട്രോണും, ജെ തോംസൺ കണ്ടുപിടിച്ചത് ചാർജ് ടു മാസ് റേഷ്യോ, അതായത് ചാർജ് ബൈ മാസ്. ഇതാണ് ജെ തോംസൺ കണ്ടെത്തിയത്. അടുത്തത് ഡിസ്കവറി ഓഫ് പ്രോട്ടോൺസ്. ഇറ്റ് വാസ് ഡൺ ബൈ ഇ ഗോൾസ്റ്റെയിൻ. ഗോൾസ്റ്റെയിൻ ആണ് പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത്. അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ് ഇതാണ്. ഇൻ 1836 the same experiment was carried out where the same conditions were provided. The gas at low pressure was taken and current was passed. 1836 ഗോൾസ്റ്റെയിൻ ഇതേ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തപ്പോൾ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് കാഥോഡ് റേസ് മൂവ് ചെയ്യുന്നത് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. എന്നാൽ അതോടൊപ്പം അദ്ദേഹം ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, കാഥോഡ് റേസ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ള ഗ്യാസ് ആറ്റത്തിൽ നിന്നും, ഓരോ ആറ്റത്തിൽ നിന്നും കാഥോഡ് റേസ് പോകുന്ന വഴിക്ക് ഗ്യാസ് ആറ്റത്തിന്റെ ഒരു ഇലക്ട്രോണിനെ കൂടെ ക്യാരി ചെയ്യുന്നു. ഓരോ ആറ്റത്തിൽ നിന്നും ഓരോ ഇലക്ട്രോണിനെ കൂടെ ക്യാരി ചെയ്യുന്നു. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ആ ആറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് അയോൺ ആയി തീരും. പോസിറ്റീവ് അയോൺ ഏത് ടെർമിനലിലേക്കായിരിക്കും അട്രാക്ട് ചെയ്യപ്പെടുക? കാഥോഡിലേക്കാണോ ആനോഡിലേക്കാണോ? തീർച്ചയായും അത് കാഥോഡിലേക്ക് തന്നെ. എന്തുകൊണ്ടാണ്? കാരണം കാഥോഡ് എന്ന് പറയുന്നതാണ് നെഗറ്റീവ് ഇലക്ട്രോഡ്. സോ ഗോൾസ്റ്റെയിന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കാഥോഡ് റേസ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആനോഡിൽ നിന്ന് പുതിയ ഒരു സെറ്റ് ഓഫ് റേസ് കാഥോഡിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ആനോഡിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ചാർജ്? പോസിറ്റീവ് ചാർജ്. കാഥോഡിലേക്ക് ട്രാവൽ ചെയ്യുന്നു എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കാഥോഡ് നെഗറ്റീവ് ടെർമിനലാണ്. സോ നെഗറ്റീവ് ടെർമിനലിലേക്ക് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു പുതിയ സെറ്റ് ഓഫ് റേസ് അല്ലെങ്കിൽ ഒരു പുതിയ ബീം ഓഫ് റേസ് വരുന്നു. ആ റേസിനെ അദ്ദേഹം കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ് എന്ന് വിളിച്ചു. ദീസ് റേ കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കോൾഡ് പ്രോട്ടോൺ. ഇതാണ് പ്രോട്ടോണിന്റെ ഡിസ്കവറിയിലേക്ക് നയിച്ച എക്സ്പെരിമെന്റ്. ഇനി ആനോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ദേ ഓൾസോ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ദേ ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. ദേ ക്യാരി പോസിറ്റീവ് ചാർജ്. നമുക്കറിയാം കാഥോഡ് റേസിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആയിരുന്നു, എന്നാൽ ആനോഡ് റേസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അതേപോലെ ദ റേഷ്യോ ഓഫ് ചാർജ് ടു മാസ് വാസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ഗ്യാസ് ദാറ്റ് വാസ് ടേക്കൺ ഇൻ ദ ട്യൂബ്. കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റിൽ ചാർജോ മാസോ ഒന്നും ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ എടുക്കുന്ന ഗ്യാസുവിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല. എന്നാൽ ആനോഡ് റേസ് ഇത്തരം പ്രോപ്പർട്ടികളിൽ എല്ലാം ഏത് ഗ്യാസ് ആണോ ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ ഫില്ല് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ദ മാസ് ഓഫ് പാർട്ടിക്കിൾ വെയർ ഫൗണ്ട് ടു ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ഗ്യാസസ്. വ്യത്യസ്ത ഗ്യാസിന് വ്യത്യസ്ത തരത്തിലുള്ള മാസ് ആണ് ആനോഡ് റേസ് എക്സിബിറ്റ് ചെയ്തത്. Now we are moving to the third subatomic particles, that is discovery of neutrons. ന്യൂട്രോൺ ഡിസ്കവർ ചെയ്തത് ചാഡ്വിക് ആണ്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ആൽഫ പാർട്ടിക്കിളിനെ ബെറിലിയത്തിന്റെ വളരെ തിൻ ആയിട്ടുള്ള ഒരു ഷീറ്റുമായിട്ട് കൂട്ടിയിടിപ്പിച്ചു. തൽഫലമായി അദ്ദേഹം ഒബ്സർവ് ചെയ്തത് ഒരു പുതിയ സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഈ കൂട്ടിയിടിയുടെ ഭാഗമായി ജനറേറ്റ് ചെയ്യുന്നു. ആ പുതിയതായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാർട്ടിക്കിൾസിന് ഒരു പ്രോട്ടോണിന്റെ അതേ മാസും എന്നാൽ ചാർജ് ന്യൂട്രലുമാണ്. അദ്ദേഹം പുതിയതായി ഡിസ്കവർ ചെയ്ത ആ പാർട്ടിക്കിൾസിനെ ന്യൂട്രോൺ എന്ന് വിളിച്ചു. സോ ഓർത്തിരിക്കാൻ നമുക്കത് എളുപ്പമാണ്. ന്യൂട്രോൺ നോ ചാർജ് അല്ലെങ്കിൽ ന്യൂട്രൽ
നമ്മൾ ഇതുവരെ പറഞ്ഞ 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെയും ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചാൽ, an electron is defined as the fundamental particle that is negatively charged of magnitude 1.6 into 10 raised to minus 19 coulomb and mass equal to 9.1 into 10 raised to minus 31. അതേപോലെ പ്രോട്ടോൺ എന്ന് പറയുന്നത് the fundamental particle which carries 1 unit positive charge and mass nearly same as hydrogen atom. ന്യൂട്രോൺ എന്ന് പറയുന്നത് the fundamental particle which carries no charge and mass equal to that of hydrogen atom.